أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെ കടന്നുപോകുന്ന വിശ്വാസി സമൂഹം ആ ദിവസങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെയും ഇഖ്ലാസോടെയും ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ പടച്ചവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അത്തരത്തിലുള്ള അവന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. പരിശുദ്ധമായ ദിവസങ്ങളിലൂടെയാണ് ലോക മുസ്ലിം സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവൻ നിശ്ചയിച്ച സമയക്രമങ്ങളിൽ ചില മാസങ്ങളും ചില ദിവസങ്ങളും ചില മണിക്കൂറുകളുമൊക്കെ സവിശേഷതയാർന്നതാണ് എന്ന് അവൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിലേക്ക് അടുക്കാനും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനും പരലോകത്തേക്ക് വേണ്ടത് സമാഹരിക്കാനുമൊക്കെയുള്ള സവിശേഷമായ സന്ദർഭങ്ങളാണവ. അവയെ അവിധം ഉപയോഗപ്പെടുത്തണം എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. ദുൽഹജ്ജിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഈ ദുൽഹജ്ജിന്റെ ആദ്യ ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ 10 ദിവസം ഖുർആൻ പരാമർശിച്ച സവിശേഷമായ പ്രത്യേകതകളോട് കൂടിയ ദിവസങ്ങളാണ്. ലിയഷ്ഹദൂ മനാഫിയ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫകുലൂ മിൻഹാ വഅതിമുൽ ബാഇസ വൽ ഫഖീർ. ആ ദിവസത്തിന്റെ പ്രത്യേകതകൾ ലിയഷ്ഹദൂ മനാഫിയ ലഹും, ഹജ്ജിന്റെയും ഹജ്ജ് ഉൾക്കൊള്ളുന്ന ദിവസങ്ങളുടെയും പ്രത്യേകതകളിൽ നിന്നുള്ള പ്രയോജനം അവർക്ക് സിദ്ധിക്കുന്നതിന് വേണ്ടി ലഭിക്കുന്നതിന് വേണ്ടി വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്, അയ്യാമിൻ മഅലൂമാത്തിൽ നിർണിതമായ ചില ദിവസങ്ങളിൽ പ്രത്യേകമായി അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അവർക്ക് അള്ളാഹു നൽകിയ നാൽക്കാലികളിൽ അല്ലെങ്കിൽ അവയെ ഉപയോഗപ്പെടുത്തുക വഴി ഫകുലൂ മിൻഹാ, നാൽക്കാലികളെ ഉദ്ഹിയ്യത്ത് അറുക്കുക വഴി അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകുക വഴി നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. വഅതിമുൽ ബാഇസ വൽ ഫഖീർ, ഞെരുക്കമുള്ള ആവശ്യക്കാരനെ നിങ്ങൾ ഊട്ടുകയും തീറ്റിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അയ്യാമി മഅലൂമാത്ത് എന്നതുകൊണ്ട് പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നാണ് മഹാന്മാരായ ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള അബൂ മൂസൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ഖുർആനിന്റെ പ്രാമാണികരായ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അഫ്ളലുൽ അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഏറ്റവും പുണ്യകരമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് അയ്യാമുൽ അശ്ർ, ഈ ദുൽഹജ്ജിലെ 10 ദിവസങ്ങളാണ്. വൽ അശ്ർ, ഈ അശ്ർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. മാത്രമല്ല ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞ 10 ദിവസങ്ങൾ വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഈ വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറയുന്നത് പ്രഭാതമാണ് സത്യം, വലയാലിൻ അശ്ർ പവിത്രമായ 10 രാത്രികളാണ് സത്യം. ഇത് ദുൽഹജ്ജിലെ 10 ദിവസങ്ങളാണ് എന്ന് പ്രാമാണികരായ ഒട്ടുമുക്കാൽ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നഹു അഫ്ളലു അയ്യാമിസ്സന, ഈ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് വർഷത്തിലെ ഏറ്റവും സവിശേഷമായ ദിവസങ്ങളാണ്. ഫഫളലുഹു കസീറുൻ അലാ ശഹ്രി റമളാനിൽ അഖീർ, അതിന്റെ പവിത്രത എന്ന് പറയുന്നത് റമളാനിലെ അവസാനത്തെ 10 ദിനരാത്രങ്ങളെക്കാൾ ഏറ്റവും പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് അവസാനത്തെ 10 നോമ്പിൽ, അതിനേക്കാൾ പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഞാനിത് പറയാൻ കാരണം സാധാരണ രീതിയിൽ
നമ്മൾ ഈ ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. റമദാനിന്റെ അവസാനത്തെ 10 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ സവിശേഷത ഉള്ളതാണ്. എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തും. അതവിടെ വെച്ച് തീർന്നു. പിന്നെ അങ്ങനെ ഒരു ദിവസത്തെ കുറിച്ച് ചർച്ചയും ചോദ്യവും ഉത്തരവൊന്നുമില്ല. ഈ ദിവസങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചോളം പെരുന്നാളിന് വേണ്ടി ഒരുങ്ങാനും അതിന്റെ കാര്യങ്ങളുമായി മുഴുകാനൊക്കെയുള്ള ദിവസങ്ങളാണ്. അങ്ങനെയല്ല പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും സവിശേഷമായി നിങ്ങൾക്ക് തസ്ബീഹുകളും തഹ്ലീലുകളും ആരാധനകളും ഒക്കെയായി മുന്നോട്ട് പോകാനുള്ള 10 ദിവസങ്ങളാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഈ ദിവസങ്ങളിൽ ഇസ്ലാമിലെ എല്ലാ നിർബന്ധമായ ആരാധനകളും ഒരുമിച്ച് കൂടുന്നു. നമസ്കാരം അതിലുണ്ട്, നോമ്പ് അതിലുണ്ട്, അറഫയുടെ ദിവസത്തിലുള്ള നോമ്പുണ്ട്, ദാനധർമ്മങ്ങൾ അല്ലെങ്കിൽ നിർബന്ധമായ ഉദ്ഹിയ്യത്തടക്കമുള്ള ധർമ്മങ്ങൾ ദാനധർമ്മങ്ങൾ നൽകുക വഴി സക്കാത്ത് അതിലുണ്ട്. ഇനി വേറെ എവിടെയും ഒരുമിച്ച് കൂടാത്ത ഹജ്ജും അതിൽ സമ്മേളിക്കുന്നു. ഇസ്ലാമിലെ പരമപ്രധാനമായ ഈ 4 ആരാധനകളും ഒരുമിച്ച് ചേരുന്ന ഒരു സന്ദർഭമാണ് അയ്യാമുൽ അഷർ, ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, മൽ അമലു ഫി അയ്യാമിൽ അഷർ അഫ്ളലു മിനൽ അമലി ഹാദിഹി. ഈ 10 ദിവസത്തെ അമലുകളുടെ പ്രത്യേകത മറ്റൊന്നിനുമില്ലാത്ത പ്രത്യേകത ഉണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, ഖാലു വലൽ ജിഹാദ്, പ്രവാചകരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതും അതിനേക്കാൾ പവിത്രമാണോ ഇത്? പ്രവാചകൻ പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദും അങ്ങനെ തന്നെയാണ്, ജിഹാദിനേക്കാളും പ്രത്യേകതയുണ്ട്. ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി, ഏത് സന്ദർഭത്തിൽ ഒഴികെ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു, അവന്റെ ശരീരവും സമ്പത്തും അള്ളാഹുവിന് നൽകി, ഫലം യർജി ബിശൈഇൻ, ഒന്നും തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞാൽ സമ്പത്ത് നൽകി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ നൽകി ഷഹീദായി പോയ ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലമല്ലാത്ത എല്ലാ ജിഹാദിനേക്കാളും പവിത്രമാണ് ഈ അയ്യാമുൽ അഷർ, ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസികൾക്ക് എന്ന് പ്രവാചകൻ പറഞ്ഞു. മറ്റൊരുക്ക് പറഞ്ഞു, മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ പവിത്രമായ സവിശേഷമായ ഒരു ദിവസവുമില്ല. വലാ അഹബ്ബു ഇലൈഹി ഫീ ഇന്ന മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു ദിവസവുമില്ല. ഫഅക്സിറൂ ഫീഹിന്ന മിനൽ തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്, അതുകൊണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ തക്ബീറുകൾ, തഹ്ലീലുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, തക്ബീറുകൾ, അല്ലാഹു അക്ബർ, വത്തഹ്മീദ്, തഹ്മീദുകൾ, അൽഹംദുലില്ലാഹ്, അതിന്റെ വിവിധങ്ങളായ രൂപങ്ങൾ ഹദീസുകളിൽ ഔറാദുകൾ ദിക്റുകളായി നമുക്ക് കാണാൻ കഴിയും. അത് വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണിത്. അതിൽ തന്നെ അവസാനത്തെ 3 ദിവസങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിലൊന്ന് യൗമു തർവിയ, ദുൽഹജ്ജ് 8, ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളുടെ ആരംഭമുള്ള മക്കയിൽ നിന്ന് മിനയിലേക്ക് പോകുന്ന ആ ദുൽഹജ്ജ് 8 യൗമു തർവിയ എന്ന് പറയാം. അവിടെ മുതൽ വിശ്വാസികൾ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള ഈ ദിക്റുകളും ഔറാദുകളും നോമ്പുകളുമൊക്കെയായി വളരെ പ്രസക്തമായ റിപ്പോർട്ട് പ്രകാരം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുൽഹജ്ജ് 1 മുതൽ തന്നെ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ എടുക്കാത്ത ആളുകൾ എന്താണെങ്കിലും യൗമു അറഫയിൽ, അറഫ ദിവസത്തിൽ നിർബന്ധം എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യത്തോടു കൂടിയുള്ള സുന്നത്താണ്. ആ സുന്നത്ത് നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം. യൗമു തർവിയ, ദുൽഹജ്ജ് 8, അതുപോലെ തന്നെ യൗമു അറഫ, ഏറ്റവും അൽ ഹജ്ജു അറഫ എന്ന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് അറഫയാണ്. ആജിമാര് അറഫയിൽ നിൽക്കുന്ന ദുൽഹജ്ജ് 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളിലൂടെ അതിന്റെ പ്രാധാന്യം നമ്മളെ പഠിപ്പിച്ചതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, അൽ യൗമുൽ മൗഊദ് യൗമുൽ ഖിയാമ, വാഗ്ദത്തം ചെയ്യപ്പെട്ട, സാക്ഷ്യം വഹിക്കുക വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം യൗമുൽ ഖിയാമയാണ്, അല്ലാഹു സംഭവിക്കും എന്ന് പറഞ്ഞ ദിവസം യൗമുൽ ഖിയാമത്താണ്. വൽ യൗമുൽ മശ്ഊദ് യൗമു അറഫ, സാക്ഷി നിൽക്കുന്ന, അള്ളാഹുവിന് മുമ്പിൽ സാക്ഷി നിൽക്കുന്ന ദിവസം യൗമു അറഫയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ പ്രവാചകൻ തിരുമേനി പറഞ്ഞു, മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി മിൻ അബ്ദിൻ, ഒരടിമയെയും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയില്ല മിൻ യൗമി അറഫ, അറഫ ദിവസത്തേക്കാൾ. പ്രാർത്ഥനാ നിർഭരമായ കണ്ണുകൾ, അള്ളാഹുവിലേക്കുള്ള പ്രതീക്ഷ അർപ്പിച്ച നോട്ടങ്ങൾ, ഹജ്ജാജിമാര് മുഴുവൻ യൗമ അറഫയിൽ നിൽക്കുന്ന ദിവസം മുഴുവൻ ആളുകളും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരൊറ്റ ചിന്തയെ അവർക്കുള്ളൂ, ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. ആ യൗമ അറഫയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അവരവരുടെ കൈകൾ ഉയർത്തുന്ന സമയം അങ്ങോട്ട് എത്തിയിട്ടില്ലാത്ത സകല വിശ്വാസികളോടും ആവശ്യപ്പെട്ടത്, നിങ്ങൾ നോമ്പെടുത്തുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. പോരാ കേവലം ഒരു നോമ്പിനൊതുങ്ങരുത്. പ്രത്യേകിച്ച്
പെരുന്നാളിന്റെ തലേന്നാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ചെയ്യുന്നൊരു പണി എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കും. പക്ഷെ നോമ്പിന്റേതായ യാതൊരു ചൈതന്യവും ആ ദിവസത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കൂല. പ്രത്യേകമായി അള്ളാഹുവിലേക്ക് ഇരിക്കാൻ റമദാന് പോലെ ഒരു സന്ദർഭം കണ്ടെത്തുകയോ സമയം കണ്ടെത്തുകയോ ഖുർആനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഓതാനും പഠിക്കാനോ തസ്ബീഹുകളും തഹ്ലീലുകളും തഹ്മീദുകളുമായി സമയം ചെലവഴിക്കാനോ നമ്മൾ മെനക്കെടില്ല. കാരണം പിറ്റേന്ന് പെരുന്നാളാണ്, നമുക്കെല്ലാം വാങ്ങിക്കൂട്ടാനുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ഈ ദിവസത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അത് ഹജ്ജിന് പോയവരെ മാത്രമാവരുത്, ഹജ്ജിന് പോയിട്ടില്ലാത്ത ആളുകളെയും ആ ഇത്തക്കുമിനാറിന്റെ പട്ടികയിലേക്ക് കയറിപ്പറ്റാൻ, നരകമോചനത്തിന്റെ പട്ടികയിലേക്ക് കയറിപ്പറ്റാൻ യൗമ അറഫയെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇന്ന അഅ്ലമൽ അയ്യാം, ഇന്ന് മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് യൗമുൻ നഹറാണ്. അത് ബലിപെരുന്നാളിന്റെ ദിവസമാണ്, പെരുന്നാളിന്റെ ദിവസമാണ്. യൗമുൻ നഹർ എന്നാണ് അതിന്. ബലിയെറുക്കുന്ന ദിവസമായതുകൊണ്ടാണ് യൗമുൻ നഹർ എന്ന് പറയുന്നത്. ഇവിടെ ഹജ്ജിന് പോയ ആളുകൾ മുഴുവൻ അവരുടെ ഹദിയ അറുക്കുന്ന ദിവസം, ഹജ്ജിന് പോയിട്ടില്ലാത്ത ആളുകൾ ഉദ്ഹിയത്ത് അറുക്കുന്ന ദിവസം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്ന അഅ്ലമൽ അയ്യാം ഇൻദല്ലാഹി തബാറക വ തആല, ഔദാര്യവാനായ ഉന്നതനായ അള്ളാഹുവിന്റെ അടുക്കല് ഒരു ദിവസവുമില്ല ഇത്രമേൽ പ്രാധാന്യമുള്ളതായി യൗമുൻ നഹർ, ഈ ബലി ദിവസത്തേക്കാൾ കൂടുതൽ സുമ്മ ഖർ. പിന്നെ 11-ാമത്തെ ദുൽഹജ്ജ് 11-നാണ് യൗമുൽ ഖിർ എന്ന് പറയാം. ആ ദിവസത്തിനേക്കാൾ പ്രാധാന്യമുള്ളതായി ഒരു ദിവസവുമില്ല എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ ദിവസങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കേവലം ഇങ്ങനെ കടന്നു പോകുന്ന, നമ്മൾ സാധാരണ വിചാരിക്കാറുള്ള പെരുന്നാളും ചെറിയ പെരുന്നാളാണെങ്കിലേ നമുക്ക് വലിയ ആവേശമൊക്കെ കാണാറുള്ളൂ. കാരണം അത് നോമ്പൊക്കെ എടുത്ത് കുറെ ദിക്റുകളും കുറെ ആരാധനകളും കുറെ ചിട്ടവട്ടങ്ങളോടൊക്കെ കൂടി നമ്മൾ പ്രവേശിക്കുന്ന ഒരു പെരുന്നാളാണ്. ഇതിപ്പോ എന്താ കാര്യം, ഇന്നലെയും ഇറച്ചിയായിരുന്നു ഇന്നും ഇറച്ചിയാണ്, പ്രത്യേകിച്ച് ഒരു മാറ്റമില്ലല്ലോ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് കൊണ്ട് വലിയ പ്രാധാന്യമൊന്നും മുസ്ലിം ലോകം അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകൾ അതിന് കൽപ്പിക്കാറില്ല. അതിന് മാറ്റം വരേണ്ടതുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ആ ഒരു ബോധത്തോടുകൂടി അള്ളാഹുവിന്റെ വിശുദ്ധമായ പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തിയ ദിവസങ്ങളാണ് അയ്യാമുൽ മഅലൂമാത്ത്, രേഖപ്പെടുത്തപ്പെട്ട അറിയപ്പെട്ട ദിവസങ്ങളാണിത്, പടച്ചവന്റെ ഗ്രന്ഥത്തിൽ അറിയിക്കപ്പെട്ട ദിവസമാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാധനാ കർമ്മങ്ങളിൽ മുഴുകണം. അള്ളാഹുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങൾ, ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതുപോലെ തന്നെ ഈ ദിവസത്തിൽ ഒന്നിലാണ് യൗമു അറഫ സംഭവിക്കുന്നത്. നമുക്കറിയാം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ 10-ാമത്തെ വർഷത്തിൽ ദുൽഹജ്ജ് 9 ആകെ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹജ്ജേ നിർവഹിച്ചിട്ടുള്ളൂ. ദുൽഹജ്ജ് ഹിജ്റയുടെ 10-ാം വർഷം, ആ വർഷത്തിൽ പ്രവാചകൻ നടത്തിയ അറഫ പ്രഭാഷണം എന്ന് പറയുന്നത് ഇന്നും മുസ്ലിം ലോകം ഹാജിമാര് അല്ലെങ്കിൽ ഹജ്ജിന് നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ ഒന്നാണ് അവിടെ നടക്കുന്ന ആ അറഫ പ്രഭാഷണം. ലോകത്തിലെ മുസ്ലിം സമൂഹം എക്കാലവും വളരെ പ്രാധാന്യത്തോടുകൂടി വീക്ഷിച്ച് ശ്രമിച്ചു പോകുന്ന ഒരു കുത്തുബ് കൂടിയാണ് ആ അറഫ പ്രസംഗം എന്ന് പറയുന്നത്. ചരിത്രത്തിലെ ആദ്യത്തെ ഹ്യൂമൻ ഡിക്ലറേഷനാണ്, ഹ്യൂമൻ റൈറ്റിന്റെ ഡിക്ലറേഷനാണ്, മനുഷ്യാവകാശ പ്രഖ്യാപനം. നമുക്കറിയാം 948 ഡിസംബർ 10-നാണ് ഐക്യരാഷ്ട്രസഭ ഒരു ലോക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. അതിന്റെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ വിഷയങ്ങളെയും അതിനേക്കാൾ അപ്പുറമുള്ള വിഷയങ്ങളെയും ലോകത്തിന്റെ മുന്നിൽ ഡിക്ലെയർ ചെയ്ത ഒരു പ്രവാചകന്റെ അറഫ പ്രസംഗം, അത് പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനാണ് ലോകത്തിന്റെ മുന്നിൽ ഇത്തരം വിഷയങ്ങൾ ആദ്യമായി പ്രഖ്യാപിച്ചത് എന്ന് മനസ്സിലാക്കും. മനുഷ്യന്റെ മുന്നിൽ സമർപ്പിക്കേണ്ട മുഴുവൻ വിഷയങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രഭാഷണം വളരെ സുദീർഘമെന്ന് പറഞ്ഞാൽ വല്ലാതെ അല്ല, എന്നാൽ ഏതാണ്ട് കുറച്ചൊക്കെ നീണ്ട ഒരു പ്രഭാഷണം തന്നെയാണ്. ആ പ്രഭാഷണത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് വ്യക്തമായ നിർദ്ദേശം നൽകി മുസ്ലിം ഉമ്മത്തിന്. 1.25 ലക്ഷത്തോളം സ്വഹാബിമാര് മുന്നിൽ നിന്ന് കേട്ട ഒരു പ്രഭാഷണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്ത് ഇസ്ലാം ഇത്രമേൽ പ്രചരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോകം ഇന്നും മനുഷ്യന്റെ അവകാശങ്ങളെ ഇസ്ലാമിക ലോകം ഉയർത്തിപ്പിടിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് മറ്റവനേക്കാളോ ഒരു പ്രാധാന്യവുമില്ല. മനുഷ്യര് മുഴുവൻ ഒരേ ചരടിൽ കോർത്തെടുത്ത മാനക്കല്ലുകൾ പോലെയാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഞാൻ നേരത്തെ ഓതി കൽപ്പിച്ചതുപോലെ യാ അയ്യുഹന്നാസ്, ഈ പ്രഖ്യാപനത്തിന്റെ പ്രയോഗവൽക്കരണമാണ്.
പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടത്തിയത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ വിവിധ വർഗ്ഗങ്ങളും ഗോത്രങ്ങളും നാടുകളിലും വർണ്ണങ്ങളിലും ഒക്കെ ആക്കിയത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളെ കൂട്ടത്തിൽ വെളുത്തവനല്ല ഏറ്റവും പ്രാധാന്യമുള്ളവൻ, കറുത്തവനല്ല, ഇരുണ്ടവനല്ല, കുറിയവനല്ല, നീണ്ടവനല്ല, അറബിയല്ല, അനറബിയല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും തഖ്വ പുലർത്തുന്നവരാരോ, ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ കൈവെക്കുന്നവരാരാണോ അവരാണ് അള്ളാഹുവിൽ ഏറ്റവും ആദരണീയരായത് എന്ന പ്രഖ്യാപനം പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, ഇത് നടപ്പിലാക്കുന്ന പ്രയോഗവൽക്കരിക്കുന്ന ഒരു ഇസ്ലാമിക സംവിധാനത്തെ കുറിച്ച് ഏറ്റവും സൂക്ഷ്മമായ ജ്ഞാനവും കൃത്യമായി വിവരവുമുള്ളവനാണ് പടച്ചതമ്പുരാൻ. അതിന്റെ പ്രയോഗവൽക്കരണം അള്ളാഹുവിന്റെ പ്രവാചകൻ അറഫ മൈതാനിയെ സാക്ഷി നിർത്തി ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. യാ അയ്യുഹന്നാസ്, പ്രവാചകൻ തന്റെ മുന്നിൽ നിൽക്കുന്ന സഹാബത്തിനോട് ചോദിച്ചു, അല്ലയോ ശിഷ്യന്മാരെ, അല്ലയോ മനുഷ്യരെ, അയ്യു യൗമിൻ ഹാദാ, ഇതേതാ ദിവസം? കാലു, അവർ പറഞ്ഞു, യൗമുൻ ഹറാം, വളരെ പവിത്രമായ ദിവസമാണ് പ്രവാചകരെ, ഇത് ദുൽഹജ്ജിന്റെ 9ാമത്തെ ദിവസമല്ലേ? പ്രവാചകൻ ചോദിച്ചു, ഫഅയ്യു ബലദിൻ ഹാദാ, ഇതേതാണ് നാട്? കാലു ബലദിൻ ഹറാം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഹറാം എന്ന ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ നാടെന്ന് ഖുർആൻ പറഞ്ഞ നാടാണല്ലോ റസൂലെ ഇത്. ഫഅയ്യു ശഹരിൻ ഹാദാ, ഇതേതാണ് മാസം? ഖാലു ശഹറുൻ ഹറാം, പവിത്രമായ മാസം ദുൽഹജ്ജ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഇന്ന ദിമാഉക്കും വഅംവാലുക്കും വഅറാദുക്കും അലൈക്കും ഹറാം, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കേണ്ട ആദ്യത്തെ പോയിന്റ്, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സ്വത്തും സമ്പത്തും നിങ്ങളുടെ അഭിമാനവും പരസ്പരം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതൊരാൾക്ക് മറ്റൊരാളുടേത് കൈവെക്കാൻ അവകാശമില്ല. അങ്ങനെ കൈവെക്കുന്നത് ഹറാമാണ്. ഇലാ അൻ തൽഖൂ റബ്ബുക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഹുർമത്തി യൗമിക്കും മാതാ, ഈ ദിവസത്തിന്റെ പ്രത്യേകത പോലെ, വഫീ ശഹരിക്കും മാതാ, ഈ മാസത്തിന്റെ പ്രത്യേകത പോലെ, വഫീ ബലദിക്കും ഹാദാ, ഈ നാടിന്റെ പ്രത്യേകത പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രഭാഷണത്തിൽ ആദ്യത്തെ പോയിന്റ് ഊന്നി പറഞ്ഞു, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണം. അന്യന്റെ രക്തം, അന്യന്റെ സമ്പത്ത്, അന്യന്റെ അഭിമാനം അത് പിച്ചു ചീന്താൻ ഏതൊരളവിലും മറ്റൊരു മനുഷ്യന് സാധ്യമല്ല, അല്ലെങ്കിൽ നിഷിദ്ധമാണ്, കൈവെക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു പ്രവാചകൻ, അങ്ങനെ കൈവെക്കാതിരിക്കുന്ന ഒരു സമൂഹം ലോകത്ത് മുഴുവൻ മനുഷ്യരെയും തുല്യമായി കാണണം. ലാ ഫളല ലി അറബിയിൻ വലാ അജമിയിൻ, അറബിക്ക് അനറബിയേക്കാൾ പ്രാധാന്യമില്ല. വലാ ലി അജമിയിൻ അലാ അറബിയിൻ, അനറബിക്ക് അറബിയേക്കാളും പ്രാധാന്യമില്ല. വലാ ലി അബിയദ അലാ അസ്വദ്, വെളുത്തവന് കറുത്തവനേക്കാൾ പ്രാധാന്യമില്ല. വലാ അസ്വദ അലാ അബിയദ്, കറുത്തവന് വെളുത്തവനേക്കാളും പ്രാധാന്യമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ, പടച്ചവനോടുള്ള സൂക്ഷ്മതാബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. കുല്ലുക്കും ആദം വആദമു മിൻ തുറാബ്, എല്ലാവരും ആദമിൽ നിന്നാണ്, ആദമു മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങൾ നോക്ക്, പരസ്പരം പോരടിച്ചിരുന്ന, പരസ്പരം യുദ്ധം ചെയ്തിരുന്ന, ഉള്ളവനും ഇല്ലാത്തവനും എന്ന് അതിർവരമ്പ് വെച്ചിരുന്ന, കറുത്തവനും വെളുത്തവനും എന്ന് അതിർവരമ്പ് വെച്ചിരുന്ന, അടിമയും ഉടമയും എന്ന് അതിർവരമ്പ് വെച്ചിരുന്ന ഒരു ജനസമൂഹത്തിന്റെ മുമ്പിൽ അറഫ മൈതാനിയെ സാക്ഷി നിർത്തി ആ വേലിക്കെട്ടുകളെ, ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ വാചകം മതി ലോകത്തിന്റെ മുമ്പിൽ, കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ മണ്ണിൽ ചവിട്ടി നിൽക്കാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടേണ്ട, ഇല്ലായ്മ ചെയ്യപ്പെടേണ്ട ഒരുപാട് ജാഹിലിയത്തുകളുടെ വേരുകൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് അറുത്ത് മാറ്റുകയുണ്ടായി. അലാ ഇന്ന കുല്ല ശൈഇൻ മിൻ അംറിൽ ജാഹിലിയ തഹത ഖദമി, ജാഹിലിയത്തിന്റെ സകല മാറാപ്പുകളെയും ഞാനിതാ എന്റെ കാൽപാദത്തിനടിയിലിട്ട് ഇവിടെ വെച്ച് ഇല്ലാതാക്കുന്നു. ഫഅവ്വലു ദമിൻ അല്ലാഹു മിൻ ദിമാഇന ദമു റബീഅത്ത് ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ്, പരസ്പരം പോരടിച്ചിരുന്ന, രക്തം ചിന്തിയിരുന്ന, നിങ്ങൾ മനസ്സിലാക്കണം, അതിന് നിഷിദ്ധമാണ്, ഹറാമാണ് നിങ്ങൾക്ക്. അങ്ങനെ പരസ്പരമുള്ള പകയും പോരും ആദ്യമായി ഞാൻ ഇല്ലാതാക്കുന്നത്, പരസ്പരം രക്തം അങ്ങോട്ട് ചിന്തുന്നത് ഞാൻ ഇല്ലാതാക്കുന്നത് റബീഅത്ത് ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ
പകയാണ്, അല്ലെങ്കിൽ പ്രതികാരമാണ് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹത്തെ ബനു ലൈസ് ഇബ്നു ബക്കർ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലെ ആളുകൾ കൊല ചെയ്തിരുന്നു. ആ കൊലക്ക് പ്രതികാരം ചെയ്യാൻ തക്കം പാർത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, അതിനിവിടെ നടക്കാൻ പാടില്ല. അത് മാത്രമല്ല, ലോകത്തൊരാളും പ്രതികാരത്തോടുകൂടി പരസ്പരം പോരടിക്കാൻ പാടില്ല. ഏകോദര സഹോദരന്മാരെ പോലെ മനുഷ്യരായി ജീവിക്കാൻ കഴിയണം. മറ്റൊന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പലിശ ആ സമൂഹത്തെ വരിഞ്ഞു മുറുക്കിയിരുന്ന ഏറ്റവും മാരകമായ ഒരു വിപത്താണ്. ഫഇന്ന കുല്ല റിബൻ മൗദൂഉം, എല്ലാ പലിശയെയും ഞാനിതാ ഇവിടെ വെച്ച് തള്ളിക്കളയുന്നു. വലക്കും റുഊസു അംവാലിക്കും, നിങ്ങൾക്ക് നിങ്ങളെ മുതല് തിരിച്ചു പിടിക്കാം, പക്ഷെ പലിശ പിടിക്കാൻ പാടില്ല. വരിബൽ ജാഹിലിയത്തി മൗദൂഅൻ, ജാഹിലിയത്തിന്റെ റിബയെ ഞാൻ തള്ളിക്കളയുന്നു. വഅവ്വലു റിബ അള്ളവു റിബാന, ഞാൻ ആദ്യമായി ദുർബലപ്പെടുത്തുന്ന പലിശ എന്ന് പറയുന്നത് റിബ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് കൊടുക്കാനുള്ള പലിശ ഇനിമേൽ ആരും കൊടുക്കേണ്ടതില്ല, ഞാനത് ഇവിടെ വെച്ച് ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ഫഇന്നഹു മൗളൂഉൻ കുല്ലുഹു, പൂർണ്ണമായി ഇത് ഇല്ലാതാക്കിയിരിക്കുന്നു. അതിന് നിങ്ങൾ കൊടുക്കാനുള്ളത് 100 രൂപയാണെങ്കിൽ ആ 100 രൂപ മാത്രം കൊടുത്തേക്കുക. ലോകത്ത് പലിശയെ ഇത്രമേൽ നിഷിദ്ധമാക്കി നിർത്തിയ ഒരു മതവും മതസംഹിതയും ഒരു പ്രവാചകനെയും നമുക്ക് കാണാൻ കഴിയില്ല. പുനരാലോചിക്കേണ്ടതുണ്ട്, എവിടെയാണ് മുസ്ലിം സമൂഹം ആ പ്രവാചകൻ അറഫ മൈതാനിൽ വെച്ച് ഇത്രമേൽ കർശനമായി പറഞ്ഞ പലിശയോട് നിലവിലുള്ള മുസ്ലിം സമൂഹം കാണിക്കുന്ന സമീപനത്തെ കുറിച്ച് വേറെ പറയേണ്ടതാണ്. വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ പലിശയുടെ മാർഗത്തിലേക്ക് കടക്കുകയും അങ്ങനെ പലിശക്ക് മേൽ പലിശയായി അള്ളാഹുവിന്റെ ഹറാമിന്റെ മാർഗത്തില് വാരിക്കൂട്ടുകയും ചെയ്യുന്നവരാണ് പലപ്പോഴും മുസ്ലിം സമൂഹം എന്നത് അറഫയുടെ പ്രഭാഷണത്തിൽ ഒരു പോയിന്റായി നിലവിലുള്ള ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ വിമോചകൻ അള്ളാന്റെ റസൂലാണ്. അത് യൂറോപ്പല്ല, പാശ്ചാത്യ രാജ്യങ്ങളല്ല, പൗരസ്ത്യ രാജ്യങ്ങളല്ല, അത് അവർ പ്രദാനം ചെയ്ത നേതാക്കന്മാരോ രാജാക്കന്മാരോ മന്ത്രിമാരോ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂല്. ഏത് സാഹചര്യത്തിലാണെന്ന് കൂടി മനസ്സിലാക്കണം. പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന സന്ദർഭത്തില് ആ കുഴിച്ചു മൂടിയ പൊയ്തൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി നാളെ ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്, എന്നെ എന്ത് കാരണം കൊണ്ടാണ് കുഴിച്ചു മൂടിയത് എന്നവൾ ചോദിക്കുമെന്ന് അടയാളപ്പെടുത്തിയ ഖുർആൻ. ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ റസൂല് അതിനെ മുഴുവൻ നിഷ്കാസനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളുടെ എല്ലാ അപമാനങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട്, അയ്യുഹന്നാസ് ഇന്ന ലിനിസാഇക്കും അലൈക ഹഖൻ അലൈക്കും ഹഖൻ, അല്ലയോ മനുഷ്യരെ വിശ്വാസികളെ എന്ന് മാത്രമല്ല പറയുന്നത്. ആ പ്രഭാഷണത്തിലുടനീളം പ്രവാചകൻ പ്രയോഗിച്ചത് അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ ആണ്. ലോകത്തോടാ പറയുന്നത്, വിശ്വാസികളോടല്ല. വിശ്വാസികളാണ് കേൾക്കുന്നത്. പക്ഷേ നിങ്ങൾ നോക്ക്, ആ വിശ്വാസികൾ കേട്ടത് മുഴുവൻ പിന്നീട് അവർ ലോകത്തോട് വിളിച്ചു പറയുകയും ആ ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തത് ഈ പ്രഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. പ്രവാചകൻ പറഞ്ഞു, അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. വലക്കും അലൈഹിന്ന അഹക്കുൻ, അവർക്ക് നിങ്ങളോടും ഉത്തരവാദിത്വമുണ്ട്. ഫഅലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, മാന്യമായ രീതിയിൽ ഭക്ഷണവും വസ്ത്രവും നിങ്ങൾ അവർക്ക് നൽകാൻ ബാധ്യതപ്പെട്ടവരാണ്. അതുപോലെ തന്നെ വഇന്നമൻ നിസാഉ ഇൻദകും അവാനും ലാ യംലികുന്ന ലിഅൻഫുസിഹിന്ന ഷൈഅൻ, നിങ്ങളുടെ മേലുള്ള സൂക്ഷിപ്പ് സ്വത്താണ് പെണ്ണുങ്ങൾ എന്ന് പറയുന്നത്. അവരിൽ നിന്ന് നിങ്ങളൊന്നും ഉടമപ്പെടുത്തുകയല്ല വേണ്ടത്, അവരോടുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. അഖത്തുമൂന, അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, അഖത്തുമൂന ബി അമാനില്ല, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചത്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബി കലിമത്തില്ല, അള്ളാഹുവിന്റെ കലിമത്തിന്റെ അടിസ്ഥാനത്തിൽ നിക്കാഹ് എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു കർമ്മത്തിലൂടെയാണ് അവരുടെ ശരീരം നിങ്ങൾക്ക് അള്ളാഹു അധീനപ്പെടുത്തി തന്നത്, നിങ്ങൾക്ക് അള്ളാഹു ഹലാലാക്കി തന്നത്. അതുകൊണ്ട് വത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. വസ്തൗസൂ ബിഹിന്ന ഖൈറ, ഏറ്റവും ഖൈറായ രീതിയിൽ നിങ്ങൾ അവരെ ഉപദേശിക്കണം, അവരോട് പെരുമാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടുന്ന് അങ്ങോട്ട് അറഫ പ്രഭാഷണം മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് വിഷയങ്ങളിലൂടെ പ്രവാചകൻ കടന്നു പോകാൻ ദീനിന്റെ പൂർത്തീകരണം നടത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ദീനിനെ പൂർണ്ണമായി ഇതാ റസൂലെ നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു, ഇന്ന് നിങ്ങളുടെ ദീനിനെ നാം സമ്പൂർണ്ണമായി നൽകിയിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്തിനെ നിങ്ങൾക്ക് നാം പൂർത്തിയാക്കിയിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ജൂതനായ മനുഷ്യൻ അള്ളാഹിന്റെ റസൂൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു.
എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹ, നിങ്ങൾ നിങ്ങളുടെ കിതാബിൽ, ഗ്രന്ഥത്തിൽ, ഖുർആനിൽ ഒരു ആയത്ത് ഓതുന്നുണ്ടല്ലോ, ലൗ അലൈനാ മഅശറൽ യഹൂദ് നസലത്, ഞങ്ങൾ യഹൂദികൾക്കാണ് അങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ലത്തഖദ്നാ ദാലിക്കൽ യൗമ ഈദൻ, ഞങ്ങൾ ആ ദിവസത്തെ പെരുന്നാളായിട്ട് കാണുമായിരുന്നു എന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, ഏതാണ് ആയത്ത്? അദ്ദേഹം ഓതി കേൾപ്പിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയുന്ന ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് അറഫ്നാ ദാലിക്കൽ യൗം, ആ ദിവസം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം, വൽ മക്കാനല്ലദീ നസലത്, ആ ആയത്ത് ഇറങ്ങിയ സ്ഥലവും ഞങ്ങൾക്കറിയാം, ഫീഹി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് ആ ആയത്ത് ഇറങ്ങിയ സ്ഥലം ഞങ്ങൾക്കറിയാം, വഹുവ ഖായിമുൻ ബി അറഫത്തി യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിൽ, യൗമ അറഫ ദിവസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഈ അറഫയിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് അത് ഇറങ്ങിയത് എന്ന് റസൂലുള്ളാഹി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. അങ്ങനെ ഇസ്ലാമിന്റെ, ദീനിന്റെ പൂർത്തീകരണം, പരസ്പര സാഹോദര്യത്തെ കുറിച്ച്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട സാഹോദര്യത്തെ കുറിച്ച് പറഞ്ഞു. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതിന്റെ പ്രാധാന്യം, ഫൈനി തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടുപോകുന്നുണ്ട്, ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കുകയില്ല, കിതാബുല്ലാഹി വ സുന്നത്തി, അതിലൊന്ന് അള്ളാഹിന്റെ കിതാബാണ്, രണ്ടാമത്തത് എന്റെ ചര്യയാണ്. ഈ രീതിയിൽ റിസാലത്തിന്റെ പൂർത്തീകരണം വരെ സ്വഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹിന്റെ റസൂല്, ഞാൻ നിങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു തന്നില്ലേ എന്ന് പറഞ്ഞപ്പോ, കാലു ഷഹീദിന, ഞങ്ങളതിന് സാക്ഷികളാണ് റസൂലെ എന്ന് പറയുന്ന ദീനിന്റെ പൂർത്തീകരണം അടക്കമുള്ള അറഫ ദിവസത്തിലെ പ്രഭാഷണം ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ പ്രഭാഷണം. ഇന്നും വിശദീകരിച്ചു തീർന്നിട്ടില്ലാത്ത, ഇന്നും ലോക മുസ്ലിം സമൂഹം അവരുടെ അടിസ്ഥാനങ്ങളുടെ അടിവേരാക്കി വെച്ച ഈ സംഗതികളെ നമ്മൾ കൂടുതൽ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയാണ് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സവിശേഷമായ ഈ ദീനിനെ എത്ര സന്തോഷത്തോടുകൂടി, അല്ലെങ്കിൽ എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തെല്ലാം അവസ്ഥകൾ നൽകിക്കൊണ്ടാണ് മുസ്ലിം സമൂഹത്തെ അവന്റെ പ്രവാചകനിലൂടെ അള്ളാഹു വളർത്തിയെടുത്തു. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഉമ്മത്ത് മുസ്ലിമൊക്കെ പേടിക്കാനില്ല, അവരെ പേടിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. കാരണം അവർ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ ശക്തിയിലാണ്, അവന്റെ പ്രവാചകന്റെ ശക്തിയിലാണ്. ആ രീതിയിലുള്ള ഈ ദിവസങ്ങൾ, ഈ കടന്നു വരുന്ന ദിവസങ്ങളെ അவ்விதം ഉപയോഗപ്പെടുത്താൻ കഴിയണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.